നമസ്കാരം. എവിടെ നോക്കിയാലും റീൽസാണ്. ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ തുറന്നാൽ റീൽസിൻ്റെ പ്രളയമാണ്. ന്യൂസ് ആൻഡ് കാർ വാർത്തകൾ അറിയുന്നത് പോലും റീൽസും ഷോർട്സും ട്രോളും ഒക്കെ കണ്ടിട്ടാണ്. അതുകൊണ്ടാകണം തിരുവല്ല നഗരസഭയിലെ ചില ജീവനക്കാർ ഒരു രസത്തിന് റീൽസ് പിടിച്ചത്. പക്ഷേ രസം പുലിവാലായിരിക്കുകയാണ്. ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച നഗരസഭയിലെ 8 ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും ലഭിച്ചു. റവന്യൂ വിഭാഗത്തിലെ വനിതകളടക്കമുള്ള ജീവനക്കാർക്കാണ് നഗരസഭ സെക്രട്ടറി നോട്ടീസ് അയച്ചത്. സംഭവം വിവാദമായതോടെ ഞായറാഴ്ചയാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് ജീവനക്കാരുടെ വിശദീകരണം. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്നിവർ ജോലിക്കെത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇടവേളയിലാണ് റീൽസ് എടുത്തതെന്നും ജീവനക്കാരുടെ വിശദീകരണത്തിൽ പറയുന്നു. നഗരസഭാ സെക്രട്ടറി അവധിയിലായിരുന്നതിനാൽ സീനിയർ സൂപ്രണ്ടിനാണ് വിശദീകരണം നൽകിയത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു. ജോലി സമയത്ത് ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ചു, ഇതിനായി ഓഫീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു, ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പൊതുസമൂഹത്തിൽ നഗരസഭയ്ക്കും ജീവനക്കാർക്കുമെതിരായ വികാരമുണ്ടാകാൻ കാരണമായി എന്നീ കുറ്റങ്ങളാണ് നോട്ടീസിലുള്ളത്. 3 ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ചട്ടം അനുസരിച്ചും മുനിസിപ്പൽ ആക്ട് പ്രകാരവുമുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കി. ജീവനക്കാർ ആരും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റീൽസ് ചിത്രീകരിച്ചത് നഗരസഭയിലെ ജീവനക്കാരാണ്. എന്നാൽ ഇതാരാണെന്ന് വ്യക്തമല്ല. ദേവദൂതൻ എന്ന മലയാള സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന ഗാനത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളുടെ പശ്ചാത്തലത്തോടെയായിരുന്നു ജീവനക്കാരുടെ റീൽസ് ചിത്രീകരണം. ഇത് പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. ജീവനക്കാർ പാട്ടിനൊപ്പം ചുണ്ടനക്കി പാടുന്നതായി അഭിനയിച്ച് ഫയൽ കൈമാറുന്ന ദൃശ്യങ്ങളാണ് റീലിൽ ചിത്രീകരിച്ചത്. ഓഫീസിലെ ജീവനക്കാരുടെ കയ്യിലൂടെ ഫയൽ കൈമാറി പാട്ടിൻ്റെ വരികൾക്കനുസരിച്ച് ഓഫീസിൻ്റെ ഓരോ ഭാഗത്തെയും ജീവനക്കാർ താളം പിടിച്ച് പാട്ടുപാടി വീഡിയോയുടെ ഭാഗമാകുന്നു. ദൃശ്യം പകർത്തുന്ന സമയത്ത് ഓഫീസിൽ ആൾത്തിരക്കും ഉണ്ടായിരുന്നില്ല. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ ഉദ്യോഗസ്ഥരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ കമൻറ്റുകളും മറ്റും വരുന്നുണ്ട്.